ഏകദേശം ഇന്നലെ 2 ദിവസം മുമ്പ് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, നിങ്ങൾക്കറിയാം, വാറ് തുടങ്ങിയിട്ട് 100 ദിവസം കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ഒരു പ്രൊവോക്കേഷനുമില്ലാതെ ഇറാൻ ഏകദേശം 23ഓളം മിസൈലുകൾ, ലോങ് റേഞ്ച് മിസൈലുകൾ ഇസ്രായേലിലോട്ട് വിടുന്നു. മനസ്സിലാക്കുക, ഇസ്രായേൽ അത് റിട്ടാലിയേറ്റ് ചെയ്തു ശക്തമായിട്ട് തന്നെ. ഇതിനകത്തൊരു ഫിക്സിംഗ് ഉണ്ടോ, മാച്ച് ഫിക്സിംഗ് ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ നല്ല പോസിറ്റീവായിട്ട് ടോക്സ് നടക്കുന്നത് പല ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും ഇറാനും അത് സമ്മതിക്കുന്നു. ചില കാര്യങ്ങളിനകത്ത് മീഡിയേഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെയാണ്. ഇനി നമ്മൾ നോക്കാം, ഈ വാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ എന്തൊക്കെ ഡെവലപ്മെൻ്റാണ് നടന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിൻ്റ് ഉണ്ട്. അതായത് ഗാസ എന്ന് പറഞ്ഞതിൻ്റെ 70% ഇസ്രായേലിൻ്റെ കയ്യിലായി. ഗ്രാജുവലായിട്ട് ഓക്കുപ്പൈ ചെയ്ത് 70% പൂർണ്ണമായിട്ടും ഇസ്രായേൽ കയ്യിലെടുത്തു. അതുമല്ല, ഈ പറയുന്ന അവിടെ വെടിനിർത്തലുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്രായേൽ അവിടെ ഇഷ്ടം പോലെ ബോംബിങ് നടത്തുന്നുണ്ട്. ഈ പറയുന്ന ഹമാസിൻ്റെ ഓരോ ആൾക്കാരെ തെരഞ്ഞു പിടിച്ചാണ് കൊല്ലുന്നത്. അതായത് ഹമാസിനെ പൂർണ്ണമായിട്ടും വൈപ്പ് ഔട്ട് ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തൽ, സീസ് ഫയർ ആണ്, പക്ഷെ മറുഭാഗത്ത് ഇതേപോലെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇനി ഇപ്പുറത്ത് ലെബനനെ നോക്കാം. തെക്കൻ ലെബനൻ മുഴുവനും പിടിച്ചെടുത്തു. കാരണം ഹിസ്ബുള്ളയെ ഹമാസിനെ പോലെ ആക്കി കംപ്ലീറ്റ് ആയിട്ട് അവരെ നശിപ്പിക്കണം. മനസ്സിലാക്കുക, ഈ ഹിസ്ബുള്ളയെ നശിപ്പിക്കാൻ വേണ്ടി ലെബനൻ ഭരിക്കുന്ന ഗവൺമെൻറ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഈ പറയുന്ന ലെബനൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇറാൻ അതിനെപ്പറ്റി പറയുമ്പോൾ ലെബനൻ പറയുന്ന അവരുടെ കാര്യം അവർ നോക്കിക്കോളാം. കാരണം ഹിസ്ബുള്ള പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നത് ലെബനീസ് ഗവൺമെൻറ്റിനും ലെബനനും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അവിടെ ബോംബ് ചെയ്യട്ടെ, അവിടെ സെർച്ച് നടത്തട്ടെ, ഫയറിങ് നടക്കട്ടെ, ഈ പറയുന്ന വെടിനിർത്തലുമായിട്ട് വലുതായിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ ഇസ്രായേൽ ചില കടുപ്പിച്ച ബോംബിംഗ് ഒക്കെ നടത്തി. അപ്പോഴാണത് അമേരിക്ക ചൂടായത്. എന്താണ് ഇറാൻ്റെ ആവശ്യം പെട്ടെന്ന് ലെബനനിലോട്ട് പോകാൻ കാരണം? അവരുടെ ഏറ്റവും അടുത്ത പ്രോക്സിയാണ് ഹിസ്ബുള്ള. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ഹമാസ് എന്ന് പറഞ്ഞൊരു പ്രോക്സി പൂർണ്ണമായിട്ടും ഇല്ലാതായി. ഹൂത്തികൾ ഇനിയും പേരിന് മാത്രമേ ഉള്ളൂ. ഈ കാര്യമായിട്ട് കാര്യപ്രസക്തമായ സംഭവം. കാരണം ഇതെല്ലാം ഷിയയാണ്, ഹമാസ് ഒഴികെ. ഈ ഹിസ്ബുള്ളയും കൂടെ പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം, അതായത് ഷിയ ഉള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇറാൻ മാത്രമാകും. അവർക്ക് പിന്നെ ലോകത്ത് ആരുടെ സപ്പോർട്ട് ബേസ്ഡ് ഇല്ലാതാകും. അതുകൊണ്ടാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന ബോംബിംഗ്, ഇസ്രായേൽ നടത്തുന്ന ഈ ഹിസ്ബുള്ളക്കെതിരെയുള്ള ബോംബിംഗ് നിർത്തിവെക്കണം. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത്. കാരണം ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഇറാന് ഒരു സപ്പോർട്ട് ബേസ്ഡോ, അതായത് അവർക്കൊരു പ്രോക്സി എന്ന നിലയിൽ യാതൊരു സപ്പോർട്ടും കിട്ടത്തില്ല. ഏകദേശം 65,000 പേരുണ്ടായിരുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന മിലീഷ്യ ഗ്രൂപ്പ് ഏകദേശം വളരെയധികം ചുരുങ്ങി. ഇനി അതിനൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോഴും 2 ദിവസം കഴിയുമ്പോൾ സീസ് ഫയർ വന്നാൽ തന്നെ ഇപ്പോൾ വീണ്ടും ഇസ്രായേലും ഇറാനും തമ്മിൽ സീസ് ഫയർ വന്നിരിക്കുകയാണ്. അമേരിക്ക മീഡിയേറ്റ് ചെയ്തു. വന്നാൽ തന്നെയും അവരൊരു കാരണവശാലും അമേരിക്ക ഇറാൻ ഡീലിനകത്ത് ഈ പറയുന്ന ലെബനനും ഈ ഗാസയും ഹൂത്തികൾ, അതായത് യമൻ, ഇതവരെ ഉൾപ്പെടുത്താൻ തയ്യാറല്ല. അമേരിക്ക അത് വില്ലിങ് ഇല്ല. ഇനി നമ്മൾ നോക്കാം എന്താണ് ഈ വാറിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഞാൻ അറിഞ്ഞിടത്തോളം, ഇൻ്റർനാഷണൽ മീഡിയയിൽ വായിച്ച് മനസ്സിലാക്കിയിടത്തോളം, ഇറാൻ എല്ലാത്തിനും സമ്മതം മൂളി, ഇൻക്ലൂഡിങ് അവരുടെ ന്യൂക്ലിയർ ആയിട്ടുള്ള എൻറിച്ച്ഡ് മെറ്റീരിയൽ പോലും അവർ മാറ്റാൻ തയ്യാറാണ്. അതായത് ഗ്രാജുവലായിട്ട് അമേരിക്കയുടെ ലക്ഷ്യം ഇതൊന്നുമില്ല. കാരണം അവരവിടെ പണം സ്പെൻഡ് ചെയ്തു. ഇത്രയും കപ്പലുകൾ, ഇത്രയും അന്തർവാഹിനികൾ, ഇത്രയും പട്ടാളക്കാരും വന്ന് അവർക്ക് ഹ്യൂജായിട്ട് അതിൻ്റെ അകത്ത് പണം നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ ഏകദേശം 40ഓളം എയർക്രാഫ്റ്റുകളാണ് നശിച്ചു പോയത്. ഒരു കാര്യം മനസ്സിലാക്കുക, അമേരിക്ക ഭരിക്കുന്നതിനും അമേരിക്കയും എപ്പോഴും ബിസിനസ് കച്ചവടം ഉള്ളവരാണ്. ഇതിൻ്റെ അകത്തുനിന്ന് പൂർണ്ണമായിട്ടും ഇറാൻ്റെ കയ്യിൽ നിന്നും ഈ നഷ്ടം അവർക്ക് നേടിയെടുത്തേ മതിയാവത്തുള്ളൂ. ഇതാണ് അതിൻ്റെ കാര്യം.
അമേരിക്കയുടെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പം ന്യൂക്ലിയർ, അതൊക്കെ ഇവർ സമ്മതിച്ചു കഴിഞ്ഞു. ഹോർമുസ് എന്ന് പറയുന്നത് ഏറ്റവും തലവേദന ആയേക്കുന്നത് ഇപ്പോൾ ഇറാനാണ്. മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. അമേരിക്ക പൂർണ്ണമായിട്ട് ഇത് എക്കണോമിക് ബ്ലോക്കേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെയുള്ള ആഹാരത്തിനൊക്കെ അവർ ചെറിയ റേഷൻ രീതിയിൽ ഷിപ്മെൻറ്റ് അലൗ ചെയ്യുന്നുണ്ട്. ഇറാന് ചെറിയ രീതിയിൽ ആ ബ്ലോക്കേഡിൽ നിന്ന് മാറ്റിയിട്ട് അവർക്ക് ഓയിൽ വിൽക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം, ചെറുതായിട്ട്, വലിയ രീതിയിൽ പറ്റുന്നില്ല. പക്ഷേ ഇറാൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവിടെ ജനങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതാകുന്നു, അതായത് പണമില്ലാതാകുന്നു, അവിടെ ദാരിദ്ര്യത്തിലോട്ട് പോകുന്നു. ഈ പറയുന്ന ഹോർമുസ് തടഞ്ഞുകൊണ്ട് ഇറാൻ ഈ പറയുന്ന സംഭവങ്ങളും, അത് ടോൾ പിരിവും, ഒമാൻ ഉൾപ്പെടെ ടോളിൻ്റെ പിരിവുകളും പരിപാടികളൊക്കെ ആവിഷ്കരിച്ചു, അതില്ലാതായി. അതായത് ഇറാനാണ് ഇപ്പോഴേറ്റവും വലിയ ആവശ്യം ഈ വാർ നിർത്തുക. അതുകൊണ്ടാണ് ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് ഇപ്പോഴത്തെ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിയത്തില്ല, മുസ്തഫ ഖമനായി, അതായത് അലി ഖമനായിയുടെ മകൻ, അയാളുടെ അഡ്വൈസർ പറയുന്ന 30 ദിവസത്തിനുള്ളിൽ അമേരിക്ക തീരുമാനമെടുത്ത് ഈ വാർ നിർത്തണം, അല്ലെങ്കിൽ അവർ ആക്ഷൻ എടുക്കുക. അവരെന്ത് ആക്ഷൻ എടുക്കാന്? അവർക്ക് ഈ ലോങ് റേഞ്ച് മിസൈലുകൾ അവിടെ ഇവിടെ ദുബായ് മിഡിൽ ഈസ്റ്റിലൊക്കെ അയക്കുമെന്നേൽക്ക് അവർ കഴിഞ്ഞ അവർക്കൊന്നുമില്ല. പക്ഷേ അമേരിക്കയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറാനിയൻ ഓയിൽ അവരുടെ മേൽനോട്ടത്തിലായിരിക്കണം ഇത് മുഴുവനും വിൽക്കുന്നത്. അതേപോലെ ഈ വാറിലുണ്ടായ നഷ്ടം അതിൽ നിന്നും നികത്തണം. ഇതാണ് അമേരിക്ക ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക പെട്ടെന്ന്, അതായത് ഹറി ബറി ആയിട്ട് ഈ വാർ നിർത്താൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവർ ഇങ്ങനെ ചർച്ചകൾ നടത്തുന്നു എന്നല്ലാതെ അമേരിക്ക ഇതിനകത്തൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഗ്രാജുവലായിട്ട് ഈ സംഭവം പോകട്ടെ. അതായത് ഇറാനെ പൂർണ്ണമായിട്ടും മുൾമുനയിൽ നിർത്തി അവരുടെ ഓയിൽ പൂർണ്ണമായിട്ട് അമേരിക്കൻ കസ്റ്റഡിയിൽ, അമേരിക്കൻ കമ്പനികൾ എങ്ങനെയാണ് വെനൂസിലെ ചെയ്ത് ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി നമ്മൾ ഈ അറബ് ലോകം അവരെന്താണ് ആവശ്യം, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. അവരുടെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റും എക്കണോമിക് ഇൻട്രസ്റ്റും ആ രാജ്യത്തിൻ്റെ പലതിനെയും ബാധിച്ചിട്ടുണ്ട്. UAE ആണെങ്കിലും, സൗദി ആണെങ്കിലും, ഖറ്റാർ ആണെങ്കിലും, ഈ പറയുന്ന ബഹ്റൈൻ ആണെങ്കിലും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങൾക്ക്, ഈ പറയുന്ന ഖത്തറിൻ്റെ കാര്യം അറിയത്തില്ല, മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇറാഖിനെ പോലെ അമേരിക്ക മാറ്റിയെടുക്കണം. കാരണം അവിടെ ഈ പറയുന്ന സംഭവങ്ങൾ പാടില്ല, ലോങ് റേഞ്ച് മിസൈലുകൾ പാടില്ല. എങ്ങനെയാണ് ഇന്നത്തെ ഇറാഖ്, അതായത് പൂർണ്ണമായിട്ടും ഒരു അറ്റാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്ത ഇറാഖ്, അതേപോലെ ആക്കിയെടുക്കണം. അതിനുവേണ്ടി അവർ ഇസ്രായേലുമായിട്ട് കൂട്ടുകൂടാനും എബ്രഹാം അക്കോർഡിൽ നടത്താനും കരാറിൽ ഒപ്പിടാനും ഒക്കെ ഈ രാജ്യങ്ങൾ തയ്യാറാണ്. കാരണം ഈ രാജ്യങ്ങൾ പറയുന്നത് അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. കാരണം അവർ പറയുന്ന കുറച്ച് നാൾ മുമ്പുള്ള ചരിത്രമാണ് പറയുന്നത്. എങ്ങനെയാണ് ഹൂത്തികളെ വെച്ച് സൗദി അറേബ്യയിലും UAEയിലും അവർ അറ്റാക്ക് ചെയ്ത് മിസൈൽ അയച്ചത്, അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ, അവരുടെ റിഫൈനറിയും അവരുടെ ഓയിൽ ബ്ലോക്സിനെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ ഈ പറയുന്ന 2 രാജ്യങ്ങൾ സൈന്യത്തെ അയച്ചു ഹൂത്തികളുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ. അവർ പരാജയപ്പെട്ട് തിരിച്ചുപോയി. കാരണം ബേസിക്കലി ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ സൈന്യം എന്ന് പറയുന്നത് പ്രൊഫഷണൽ സൈന്യമല്ല. ഇവർക്ക് ഇഷ്ടം പോലെ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഈ അറബ് ജനതയ്ക്ക്, ഈ ഭാഗത്തുള്ള ജനതയുടെ കയ്യിലില്ല. ഇതാണ് അവരുടെ ലാക്കിന്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ഗോഡ് ഫാദറായിട്ട്, സെക്യൂരിറ്റി പ്രൊട്ടക്ഷനുമായിട്ടും ഈ അമേരിക്ക അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്. അതിനകത്ത് പല മറ്റുള്ള വാർത്തകളും കേൾക്കുന്നു. അതായത് ഇസ്രായേലുമായിട്ട് ഈ രാജ്യങ്ങൾ ഈ അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ പോലെ ഇസ്രായേലുമായിട്ട് നല്ല രീതിയിൽ പോവുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിലും ഈ രാജ്യങ്ങളുടെ സെക്യൂരിറ്റിയെ ബാധിക്കും. അങ്ങനെ മൾട്ടിപ്പിളായിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കഷനിലും ഓൺലൈനിലും അതേപോലെ ഓഫ്ലൈനിലും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമാണ്, അമേരിക്ക ഈ വാർ പെട്ടെന്നൊന്നും നിർത്താൻ പോകുന്നില്ല. പൂർണ്ണമായിട്ടും ഇറാൻ സറണ്ടർ ചെയ്യും. അവരുടെ അലി ഖമൈനി മരിച്ചതും കൊല്ലപ്പെട്ടതും അതേപോലെ സീനിയറായിട്ടുള്ള പട്ടാള ഓഫീസറും ആ റെജീമിലുള്ള ആരും തന്നെ ഇന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. ആ ഭരണകൂടത്തിൽ എങ്ങനെയായിരുന്നു 4-5 മാസം മുമ്പ് എത്ര പേരുണ്ടായിരുന്നു, അവരൊന്നും തന്നെ ഇല്ല. അതായത് പുതിയ ആൾക്കാരാണ്. അപ്പം അവർ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത് അമേരിക്കയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യുക. ഈ ടേംസ് ആൻഡ് കണ്ടീഷനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പല ടോക്സുകളും പരാജയപ്പെടുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഈ നഷ്ടമുണ്ടായത് മുഴുവൻ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം.
അതിനവരുടെ ഓയിലിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ കൺട്രോൾ മുഴുവൻ ഇവരുടെ കയ്യിൽ വേണം, അമേരിക്കയ്ക്ക് വേണം. ഇത് തന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ പ്രശ്നം അവരുടെ സെക്യൂരിറ്റി തന്നെയാണ്. അവർക്ക് ഇതേപോലെ പ്രോക്സിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ റെഡ് സീ തടയും, അതേപോലെ ഹോർമുസ് വീണ്ടും ഉണ്ടാകും. കാരണം ഹോർമുസിനെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലാകണം. ഇത് തന്നെയാണ്, കാരണം അമേരിക്കൻ കസ്റ്റഡിയിൽ വരണം എന്ന് തന്നെയാണ് ഈ അറബ് രാജ്യങ്ങൾ പറയുന്നത്. അതായത് ഇനി ഒരു കാരണവശാലും ഹൂത്തികളുടെയോ ഹിസ്ബുള്ളയുടെയോ ഇറാൻ്റെയോ ഹമാസിൻ്റെ പ്രശ്നം ഉണ്ടാകരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരൊറ്റ വിഷയത്തിനുള്ളിൽ എവിടെ പോയി ഹമാസിൻ്റെ ഇഷ്യൂ? ഗാസയെ പറ്റി ആരും മിണ്ടുന്നില്ല. ഗാസ ബോർഡൊക്കെ ഉണ്ടാക്കിയത് എവിടെ പോയി? ആരും മിണ്ടുന്നില്ല. എവിടെ പോയി? ലെബനൻ്റെ തെക്കൻ ലെബനൻ ഭാഗം എവിടെ പോയി? അതിനെപ്പറ്റിയും മിണ്ടുന്നില്ല. ഇപ്പം ഗാസയും ലെബനനും ഈ പറയുന്ന യമനും ഒന്നും ഇഷ്യൂവേ അല്ല. അത് നേരിട്ട് ഇറാനെ പൂർണ്ണമായിട്ടും ഒതുക്കി നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ അമേരിക്കയുടെയും ഉറപ്പായിട്ടും ഇസ്രായേലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ വാറ് ഇങ്ങനെ അൺസർട്ടനിറ്റി ആയിട്ട് ഇങ്ങനെ പോവുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സീസ് ഫയറൊക്കെ ഉണ്ടായി അതിനുശേഷം തന്നെ നിങ്ങൾ നോക്കുക എത്ര പ്രാവശ്യമാണ് അമേരിക്കൻ എയർക്രാഫ്റ്റുകൾ ഫോർ സെക്യൂരിറ്റി റീസൺസ് ഇറാൻ്റെ പല തന്ത്രപ്രദേശങ്ങളിൽ അറ്റാക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് അതായത് 2 ദിവസം മുമ്പ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് എവിടെയാണ്? അമേരിക്കയാണ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു. എവിടൊക്കെ? ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ എയർപോർട്ട്, ലോകത്തുനിന്നും മറ്റു പല ഭാഗത്തുനിന്നും എയറിൽ അവർക്ക് കൊണ്ടുവരുന്ന ഫുഡും മറ്റുള്ള പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് വരുന്ന ആ എയർപോർട്ടാണ് തകർത്തത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇറാൻ വെടിനിർത്തലിനങ്ങ് തയ്യാറായത്. ഇനി ഫർദറായിട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം കൂടെ തകർത്ത് കഴിഞ്ഞാൽ, കാരണം ഓരോന്ന് പണിതുകൊണ്ട് വരുന്നത് വീണ്ടും തകർക്കുന്നു, ആ രാജ്യത്തിന് നിലനിൽപ്പില്ലാതെ വരുന്നു. അപ്പോൾ ഈ അൺസർട്ടനിറ്റിയാണ് ഈ വാറിൻ്റെ ഉദ്ദേശം. ഒരു കാര്യം ഞാൻ പറയാം, അമേരിക്കയ്ക്ക് ഇതിനകത്തൊന്നും നഷ്ടമുണ്ടാവത്തില്ല. എക്കണോമിക്കലി അവർ ഗെയിൻ ചെയ്യത്തേ ഉള്ളൂ. അതേപോലെ ഇസ്രായേലിന് നഷ്ടമുണ്ടാവത്തില്ല. എന്തുകൊണ്ടാണ് നഷ്ടമുണ്ടാകാത്തത്? കാരണം എപ്പോഴൊക്കെ വാർ നടക്കുന്നു, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എക്കോണമി ജമ്പ് ചെയ്യുകയാണ്. പുതിയ വെപ്പൺസൊക്കെ മാർക്കറ്റിൽ വരികയാണ്, അവർ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇതാണ് ഈ 2 രാജ്യങ്ങളുടെ പ്രത്യേകം. പക്ഷേ അറബ് രാജ്യങ്ങൾക്ക് നഷ്ടമുണ്ടാകും. കാരണം അവർക്ക് ഈ പറയുന്ന സൈന്യമോ ഈ സംഭവങ്ങളോ ഒന്നുമില്ല. ആകെയുള്ള ഓയിലാണ്, അത് വിറ്റ് ജീവിക്കണം. അതിനിങ്ങനെ തടസ്സം നിൽക്കുന്നു ഇറാൻ. കാരണം അവരുടെ ഫ്യൂച്ചറും അവർക്ക് പ്രാധാന്യമാണ്. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ അറബ് രാജ്യങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് ഈ വാർ കുറച്ചും കൂടെ നീണ്ടു നിൽക്കാൻ സാധ്യത. ചിലപ്പോൾ നിൽക്കുകയാണെങ്കിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും അമേരിക്കയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യുക എന്ന് തന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിനെ നോക്കിക്കാണുന്നത്.